ഞാനൊരു ഉദാഹരണം പറയാം. അപ്പോസ്തലനായ പത്രോസ് ചാടിക്കയറി യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പിലുള്ള ഡിസ്കഷനിലൊക്കെ പറഞ്ഞു, ആര് നിന്നെ തള്ളി പറഞ്ഞാലും കർത്താവേ, തടവിൽ പോകേണ്ടി വന്നാലും കർത്താവേ, മരിക്കേണ്ടി വന്നാലും കർത്താവേ, ഞാൻ നിന്നെ തള്ളി പറയത്തില്ല. യേശു ചിരിക്കുന്ന മുഖമുള്ളവനാണോ അതോ ഗംഭീര മുഖമുള്ളവനാണോ എന്ന് പലർക്കും സംശയമുണ്ട്. ഘനഗംഭീരമാണ് യേശുവിൻ്റെ മുഖമെന്ന് ചിന്തിക്കുന്നവരാ കൂടുതൽ ആളുകളും. ഇത് കേട്ടപ്പോൾ യേശുവിനൊരു പുഞ്ചിരി ഉണ്ടായി കാണും. ഒരു ചിരിയോടുകൂടെ ആയിരിക്കണം കർത്താവ് പറഞ്ഞത്, പത്രോസ, ഈ രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയും. അപ്പം പത്രോസിനെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം, ആ ഉള്ളതുപോലെ അറിയുന്ന ദൈവം. അതുകൊണ്ട് പത്രോസ് യേശു പറഞ്ഞതുപോലെ തന്നെ യേശുവിന് അത് ഹിസ്റ്ററിയാണ്. കാരണം വരാനിരിക്കുന്നത് യേശുവിന് നന്നായിട്ടറിയാം, സർവജ്ഞനായ കർത്താവിന്. ക്രിസ്തേശുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ധ്യാനത്തിനായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം 139 സങ്കീർത്തനത്തിൽ നിന്നാണ്. സാംസ് 139 ഫ്രം വേഴ്സസ് 1 to 6, 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളെയൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിൻപും എന്നെ അടച്ച് നിൻ്റെ കൈമേ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. സങ്കീർത്തനത്തിലൂടെ നമ്മൾ രാവിലെ ചിന്തിച്ചപ്പോഴും ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, പ്രതികൂലം എന്ത് വന്നാലും ഭയപ്പെടേണ്ടതില്ല. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാണ് എന്നുള്ള വചനഭാഗം ചിന്തിപ്പാൻ നമുക്കിടയായല്ലോ. ഇവിടെ വായിച്ച ഈ 6 വാക്യങ്ങളിൽ ദൈവം പറയുകയാണ്, ദൈവത്തെ ധ്യാനിക്കുന്ന സങ്കീർത്തനക്കാരൻ ദാവീദാണ്. സംഗീത പ്രമാണിക്കാണ് അദ്ദേഹം ഈ സങ്കീർത്തനം എഴുതുന്നത്. ഞാൻ സങ്കീർത്തന ഭാഗം ചിന്തിക്കുമ്പോഴൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ സംഗീത പ്രമാണി ആരാണ്? യെരുശലേമിലെ ദേവാലയത്തിനോടുള്ള ബന്ധത്തിൽ അവിടെ സംഗീത പ്രമാണികളുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് ആസാഫ്, ഇതുപോലെ കോരഹ് പുത്രന്മാരിൽ ചിലർ, ഇവരൊക്കെ സംഗീത പ്രമാണികളാണ്. എന്നാൽ നമ്മൾ അവർക്ക് കാര്യങ്ങളെ വിചിന്തനം ചെയ്ത് ചിന്തിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിനൊരു മ്യൂസിക്കുണ്ട്, ഗ്രഹങ്ങൾക്കൊരു മ്യൂസിക്കുണ്ട്. ആ ശബ്ദ തരംഗങ്ങളെ നമ്മൾ നമുക്ക് ഗ്രഹിക്കാനും ലഭിക്കാനും പ്രയാസമാണ് സാധാരണ രീതിയിൽ. എന്നാൽ അതിനെ സിംഫണൈസ് ചെയ്ത് ഗ്രഹിക്കുന്നവർ പറയുന്നത് അതൊരു മ്യൂസിക്കാണ്. പ്രപഞ്ചത്തിൻ്റെ ഓളം, അതിൻ്റെ ചലനം സംഗീതമാണ്. സംഗീതത്തിൻ്റെ പ്രമാണിത സാക്ഷാൽ ദൈവമാണ്. അപ്പോൾ സാക്ഷാൽ സംഗീതത്തിൻ്റെ പ്രമാണിയായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദ് പാടുന്ന ഒരു പാട്ടാണ് ഇത് എന്ന് നമുക്ക് നക്ഷലി ചിന്തിക്കാം. അദ്ദേഹം പറയുകയാണ്, നീ എന്നെ ശോധന ചെയ്തിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പ് കിടപ്പ് നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളെയൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു കാര്യവും വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അപ്പോൾ സർവ്വതും അറിയുന്ന ദൈവം, സർവജ്ഞനായ ദൈവം, ആ ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് സങ്കീർത്തനക്കാരൻ എഴുതുന്ന ഗാനമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ജ്ഞാനിയാണ്. സർവജ്ഞാനത്തിൻ്റെയും ഉറവിടം അവിടുന്നാണ്.
നമുക്ക് കേവലം നിസ്സാരമായി ചില അറിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ലോകത്ത് അനേക ഡോക്ടേഴ്സുണ്ട്. എന്നാൽ ഏത് സ്പെഷ്യലിസ്റ്റിന് അടുത്ത് വന്നാലും അവരെക്കാൾ വലിയ ജ്ഞാനിയാണ് ദൈവം. ഏത് സയൻറ്റിസ്റ്റ് വന്നാലും ആ സയൻറ്റിസ്റ്റിനേക്കാൾ വലിയവൻ ദൈവമാണ്. ഏത് ഫിലോസഫർ അല്ലെങ്കിൽ ഏത് തിയോളജിസ്റ്റ് കടന്നു വന്നാൽ അവരുടെ ഏത് ജ്ഞാനത്തെക്കാളും അപ്രേമമായ ജ്ഞാനം ഉള്ളവനാണ് നമ്മുടെ ദൈവം എന്നുള്ളത് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. ജ്ഞാനത്തിൻ്റെ ഉറവിടം ദൈവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ജ്ഞാനമുള്ള ദൈവത്തിൻ്റെ അരികിലേക്ക് വളരെ വിനയാന്വിതനായി കടന്നു വരുന്ന സംഗീതജ്ഞനെയാണ് നമ്മളിവിടെ കാണുന്നത്. ദാവീദ് പല മണ്ഡലങ്ങളിൽ പ്രക്ഷോഭിച്ച ഒരു വ്യക്തിയാണ്. ഉന്നതനായ ഒരു യോദ്ധാവ്. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ തന്നെയാണ് പലപ്പോഴും ഇന്നത്തെ മോഡേൺ വാർഫെയറിലും ആളുകൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് വാളോ അമ്പും വില്ലും എന്നുള്ള സെൻസിലല്ല. അദ്ദേഹത്തിൻ്റെ ആ സ്ട്രാറ്റജി പലപ്പോഴും യുദ്ധം നടത്തുന്നവർ ചിന്തിക്കാറുണ്ട്. ജ്ഞാനിയായ ഒരു യോദ്ധാവ്, നല്ലൊരു സംഗീതജ്ഞൻ, നല്ലൊരു ഭരണാധികാരി, ഇങ്ങനെയുള്ള പല തലങ്ങളിൽ ശോഭിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. പക്ഷെ ദാവീദിന് വളരെ ഹ്യൂമിലിറ്റി ഉണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ നിസ്സാരനാണ്, നീയാണ് അതിൻ്റെയൊക്കെ ദാതാവ്. 1-ാം ലോകമഹായുദ്ധം വരെ ഒരു 100 വർഷം നോക്കിയിരിക്കണമായിരുന്നു ജ്ഞാനം ഒന്ന് ഇരട്ടിക്കാൻ. പ്രൈസ് ഗോഡ്. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ലോകം അത്രയൊന്നും പുരോഗമിച്ചിരുന്നില്ല. ഏതാണ്ട് 200-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ജോർജ് വാഷിങ്ടണിലേക്ക് തൻ്റെ ഡ്യൂട്ടി എടുക്കാനായിട്ട് പോകുന്നത് ഒരു കുതിരപ്പുറത്താണ്. അന്ന് വാഹനമൊന്നുമില്ല ഇന്നത്തെ രീതിയിൽ. കുതിരയോ രഥങ്ങളോ കാണും. അദ്ദേഹം കുതിരപ്പുറത്താണ് പോയി. ഏതെങ്കിലും ആദമും കുതിരയുടെ പുറത്ത് പോയി കാണും. അപ്പം മനുഷ്യ സൃഷ്ടി മുതൽ ഏതാണ്ട് ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ ലോകം ആ രീതിയിൽ ജ്ഞാനം അവർക്ക് കൂടിയിരുന്നില്ല. 1-ാം വേൾഡ് വാറിനോട് അനുബന്ധിച്ച് 100 വർഷം കൂടിയിരിക്കുമ്പോൾ ജ്ഞാനം ഇരട്ടിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം അത് 25 വർഷം കൂടിയിരിക്കുമ്പോൾ ലോകത്തിലെ ജ്ഞാനം ഇരട്ടിക്കുന്നതായിട്ട് കാണാം. 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷവും ജ്ഞാനത്തിൻ്റെ റേഷ്യോ ആ രീതിയിലാണ് വളർന്നുകൊണ്ടിരുന്നത്. എന്നാൽ 2013 അതിനുശേഷം അവർ പറഞ്ഞു, എവരി 1 ഇയർ കൂടുമ്പോൾ ജ്ഞാനം ഇരട്ടിക്കുന്നു. എവരി 1 ഇയറിൽ, ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ജ്ഞാനത്തിൻ്റെ ഇരട്ടി ജ്ഞാനം 1 വർഷം കൊണ്ട് വർദ്ധിക്കുന്നു. എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എവരി 1 ഇയറിൽ ജ്ഞാനം വർദ്ധിക്കുകയാണ്. ചില ആളുകൾ അതിന് കഴിഞ്ഞിടെ പറയുകയുണ്ടായി, ജ്ഞാനം എവരി 6 മന്തിൽ ഇരട്ടിക്കുന്നെന്ന്. എല്ലാ ജ്ഞാനവും ഒരു ചിപ്പിലടക്കുവാൻ, അതായത് നമ്മുടെ പഴയ ക്രിസ്തീയ ആസ്ഥാനങ്ങളിലൊക്കെ വലിയ ലൈബ്രറികളുണ്ടായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ 2 വലിയ ബിൽഡിങ്ങുകളിലായിട്ട് തൗസൻഡ്സ് ഓഫ് ബുക്കുകളുള്ള ലൈബ്രറികളുണ്ടായിരുന്നു. അതൊക്കെ മുസ്ലിം ഇൻവേഷൻ ടൈമിൽ തകർക്കപ്പെട്ടതും നശിക്കപ്പെട്ടതുമായ കാര്യങ്ങളാണ്. ലോക ചരിത്രം പഠിക്കുന്നവർക്കതറിയാം. എന്നാൽ ഈ ജ്ഞാനമുള്ള പുസ്തകങ്ങളെ എല്ലാം കൂടെ ഒരു ചിപ്പിനകത്താക്കി ഒരു ഫോൺ പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റിലാക്കാൻ, അല്ലെ ഫോണിൽ തന്നെ ആക്കാൻ ഇന്ന് കഴിയും. ആ ജ്ഞാനത്തെ വളരെ ലഘൂകരിക്കുകയാണ്. ജ്ഞാനം ഓരോ 6 മാസം കൂടിയിരിക്കുമ്പോഴും ഇപ്പോൾ ഇരട്ടിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ ജ്ഞാനമൊന്നും, മനുഷ്യൻ്റെ ജ്ഞാനമൊന്നും വലിയ ജ്ഞാനമല്ല. അവൻ സർവജ്ഞാനിയാണ്. നമ്മുടെ കർത്താവ് സർവജ്ഞനാണ്. ഈ വേദപുസ്തകം ദൈവിക ജ്ഞാനത്താൽ എഴുതപ്പെട്ടതാണ്. ഏതാണ്ട് 40 എഴുത്തുകാർ 3 കോണ്ടിനെൻറ്റുകളിൽ, ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, ഈ 3 കോണ്ടിനെൻറ്റുകളിലായിട്ട് ഇരുന്നു കൊണ്ട് 1600 വർഷത്തിൻ്റെ കാലപരിധിക്കുള്ളിൽ എഴുതി തീർത്ത പുസ്തകമാണ് ഈ തിരുവചനം. എന്നാൽ അതൊന്നും വികടമായിരിക്കുന്നില്ല. ഒന്നിന് വിരുദ്ധമായിട്ടല്ല നിൽക്കുന്നത്. എല്ലാം ഒരു പൂമാലയിൽ പൂവുകൾ കോർത്തെടുക്കുന്നത് പോലെ ശാന്തവും ഉചിതമായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഏക ആത്മാവിനാൽ, സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രചോദിതരായി
ഈ എഴുത്തുകാർ എഴുതിയത് കൊണ്ടാണ് അങ്ങനെ ആയിരിക്കാനിടയായത്. ഈ പുസ്തകം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഒരു പ്രദർശനമാണെങ്കിൽ ഇതിൻ്റെ ഫോക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് കർത്താവായ ക്രിസ്തുയേശുവാണ്. പഴയ നിയമ എഴുത്തുകാരെല്ലാം അവർ ചൂണ്ടിക്കാണിച്ചത് മശിഹ വരാനിരിക്കുന്നു. മലാഖി എഴുതി തീർക്കുന്നത് അങ്ങനെയാണ്, നിങ്ങളുടെ രക്ഷകൻ വരാൻ പോകുന്നു. പ്രൈസ് ഗോഡ്. മോശ തൊട്ട് അതാണ് എഴുതി വെച്ചത്. യഹൂദനാണത് ലഭിച്ചത് എന്നുള്ളൊരു ഭാഗ്യാവസ്ഥ അവർക്കുണ്ട്. പക്ഷേ യേശു കടന്നു വന്നപ്പോൾ അവർക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. വ്യക്തമായ രീതിയിൽ വർഷങ്ങളുടെ കണക്കനുസരിച്ച് AD 32 യേശു വരുമെന്നുള്ളത് അവർക്ക് ദാനിയേൽ പ്രവാചകൻ മുഖാന്തരവും യെരമ്യാ പ്രവാചകൻ മുഖാന്തരവും ഒക്കെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ സാക്ഷാൽ യേശു അതിനോടടുത്ത സമയത്ത് തന്നെ ഒരു കഴുതക്കുട്ടപ്പുറത്ത് എന്ന് പറഞ്ഞാൽ സക്കറിയ 9:9 പറയുന്നത് പോലെ നിന്റെ പ്രഭുവായവൻ ഒരു കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു. അങ്ങനെ യേശു വന്നപ്പോൾ ചിലർ അവൻ ഹോശാന പാടി. അവരുടെ രാജാവായിട്ട് അംഗീകരിക്കുവാൻ കണക്ക് പഠിച്ചിരുന്നെങ്കിൽ അവർക്കറിയാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പോയ സമയം പോകും, അതുകൊണ്ട് ആ സബ്ജക്റ്റിലേക്ക് ഞാൻ കയറുന്നില്ല. ഇതിനു മുമ്പ് ഞാനത് പ്രസംഗിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പം ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നതിൻ്റെ സംക്ഷിപ്തം എന്ന് പറയാൻ, എല്ലാം അറിയുന്ന ദൈവത്തെ വ്യക്തിപരമായി, എല്ലാം നന്നായിട്ട് അറിയുന്ന ദൈവം വ്യക്തിപരമായി എന്നെ അറിയുന്നു. സകലതും അറിയുന്ന ദൈവം വ്യക്തിപരമായി നമ്മെ അറിയുന്നു. അവൻ്റെ ജ്ഞാനത്തിന് യാതൊരു ലിമിറ്റുമില്ല, ഇമ്മെഷറബിളാണ്. അളന്നു കൂട്ടുവാൻ കഴിയാത്ത ജ്ഞാനമുള്ളവനാണ് കർത്താവ്. സ്തോത്രം. ആ ജ്ഞാനിയായ ദൈവത്തെ, ഒംനീഷ്യൻ, സർവജ്ഞനായ കർത്താവിനെയാണ് നമ്മൾ ദൈവമായിട്ട് ആരാധിക്കുന്നത്. ചില മതങ്ങളൊക്കെ എഴുതാറുണ്ട്, ആശയങ്ങൾ അവരുടേത് ഇങ്ങനെയാണ്: ദൈവം സൃഷ്ടിയിൽ കിടക്കുന്നു, അതുകൊണ്ടാണ് തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറയുന്നത്. തൂണിലും തുരുമ്പിലും ഇരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം, സർവവ്യാപിയായ ദൈവമാണ്. അതിനെ ഉരുവാക്കിയ ദൈവം അതിനതീതനായി നിൽക്കുന്നു എന്നാണ് നാം പഠിക്കുന്നത്. സൃഷ്ടിയിലല്ല ദൈവം ഒതുങ്ങി നിൽക്കുന്നത്, സൃഷ്ടിതാവായ ദൈവം അതിനതീതമായി നിന്നുകൊണ്ട് അതിനെ സൃഷ്ടിച്ചുകൊണ്ട് സർവവ്യാപിയായിരിക്കുന്നു എന്നാണ് ദൈവവചനം നമുക്ക് ദൈവത്തെ മനസ്സിലാക്കി തരുന്നത്. സകലത്തിലും ലയിച്ചിരിക്കുന്ന ദൈവമല്ല, സർവ്വ ഇടത്തും ദൈവമുണ്ട്. നരകത്തിൽ ദൈവമുണ്ടോ? ദൈവസാന്നിധ്യം നരകത്തിലുണ്ടോ? ഉണ്ട്, നിശ്ചയമായിട്ടുമുണ്ട്. അല്ലെങ്കിൽ സർവ്വവ്യാപിയാകില്ല. ദൈവം സർവ്വവ്യാപിയാകണമെങ്കിൽ ദൈവ സാന്നിധ്യം നരകത്തിലുമുണ്ട്. അപ്പോൾ കൂലങ്കഷമായിട്ട് സഹോദരി ചിലർ എന്നെ നോക്കുകയാണ്, ആ നരകത്തിൽ ദൈവമുണ്ടോ? നിശ്ചയമായും ദൈവം സർവ്വവ്യാപിയാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. സ്നേഹരൂപിയായി നമുക്ക് ദൈവം വെളിപ്പെടുമ്പോൾ, കൃപയോടുകൂടി ദൈവം നമ്മോടുകൂടി ഇടപെടുമ്പോൾ, ദൈവത്തിൻ്റെ മറ്റൊരു രൂപമായ നീതിമാനായ ദൈവത്തെയാണ് നരകത്തിൽ നാം കാണുന്നത്. ദൈവ സാന്നിധ്യം നരകത്തിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയുമല്ല അവിടെ അവർ കാണുന്നത്, പിന്നെയോ ദൈവത്തിൻ്റെ ന്യായവിധി. ആ ന്യായവിധിയുടെ പ്രശ്നമാണ് അവിടെ കാണുന്നത്. ആ ന്യായവിധി എന്തുകൊണ്ട് ലഭിക്കുന്നു? ദൈവം നീതിമാനായ കൊണ്ട് ലഭിക്കുന്നു. ദൈവം സ്നേഹവാനായി ഇരിക്കുമ്പോൾ തന്നെ ദൈവം നീതിമാനുമാണ്. ഈ യേശുവിനെ അറിഞ്ഞതിന് ശേഷം യേശുവിനെ വേണ്ടാന്ന് വയ്ക്കുന്നത് നിശ്ചയമായും അപകടകരമായ ഒരു കാര്യമാണ്. കാരണം യേശു രക്ഷിക്കുന്നവനാണെന്ന് ഗ്രഹിച്ചിട്ടും അവനെ സ്വീകരിക്കാതെ തള്ളിക്കളയുന്നത് അപകടം പിടിച്ച ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെയും കൃപയുമല്ല അവൻ പിന്നീട് ലഭിക്കാൻ പോകുന്നത്, ദൈവത്തിൻ്റെ ന്യായവിധി. ഒരു ജഡ്ജ് ന്യായപാലനം നടത്തുന്നില്ലെങ്കിൽ അവനെ ജഡ്ജെന്ന് പറയാനൊക്കത്തില്ല. ഒരു ജഡ്ജ് നീതിപൂർവം ന്യായം വിധിച്ചേ മതിയാകൂ. അതുകൊണ്ട് സ്നേഹസമ്പൂർണനായ കർത്താവ് ന്യായപാലകനാകിയാൽ ഒരു നരകമുണ്ട്. ഇത്ര സ്നേഹസമ്പൂർണനായ ദൈവം ഒരു നരകം സൃഷ്ടിക്കുമോ എന്ന് ചോദിക്കുന്ന പലരുടെയും ചോദ്യത്തിന് മറുപടിയാണ് ഞാനിപ്പോൾ പ്രസ്താവിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്.
ദൈവം പ്രപഞ്ചത്തിലുണ്ടോ? നിശ്ചയമായും ഉണ്ട്. ദൈവം പ്രപഞ്ചത്തിനുള്ളിൽ കയറിയിരിക്കുകയാണോ? അല്ല, അതിനതീതനാണ്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. തൂണിലും തുരുമ്പിലുമല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്, പക്ഷേ ഇതിനകത്ത് ദൈവം കയറിയിരിക്കുന്നില്ല. ദൈവത്തിൻ്റെ പ്രസൻസ് ഇവിടെയെല്ലാം ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ആ തൂണും തുരുമ്പും അല്ല ദൈവം. അതിനതീതനായി, അതിന് വിധേയപ്പെടാതെ നിൽക്കുന്ന ദൈവം. എന്നാൽ അവൻ്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടോ? നിശ്ചയമായും ഉണ്ട് എന്നാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. നമ്മൾ 1 യോഹന്നാൻ 3:20 ഇങ്ങനെ വായിക്കുന്നു, ദൈവം ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു എങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തേക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമെന്ന് നമ്മുടെ ഹൃദയത്തെ അവൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാം അറിയുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട്, ഫലമേൽപ്പിച്ചുകൊണ്ട്, വിധേയപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ കേട്ടല്ലോ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്വാതന്ത്ര്യമില്ലെന്നുള്ള സെൻസിലല്ല അവിടെ പറയുന്നത്. ദൈവം സർവജ്ഞനാണ്, ആ സർവവ്യാപിയാണ്, സർവശക്തനാണ്. അങ്ങനെയുള്ള ദൈവത്തെ, ഈ സർവശക്തനും സർവജ്ഞനും ആയ ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുവാനുള്ള ഒരു പ്രചോദനമാണ് അവിടെ ലഭിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഈ സോക്രട്ടീസ് ഒരിക്കലും പറഞ്ഞു, ഗോഡ് ഈസ് ഓൾ ടുഗദർ ഗുഡ്, ഗോഡ് ഈസ് ഓൾ ഗുഡ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നോളജ് ഈസ് ദ ഓൺലി ഗുഡ് തിങ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇഗ്നറൻസ് ഈസ് ഓൺലി ഈവിൾ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇഫ് ഗോഡ് ഈസ് സുപ്രീംലി ഗുഡ്, വി ആർ സുപ്രീംലി നോ ഗുഡ്. ദൈവം സകല നന്മയുടെയും ഉറവിടമായി ദൈവമായിരിക്കുന്നെങ്കിൽ എന്നിലൊരു നന്മയും ഇല്ല. അപ്പോൾ ഒരു നന്മയുമില്ലാത്ത മനുഷ്യൻ സർവജ്ഞാനിയും നന്മയിൽ മാത്രമുള്ളവനുമായ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ഹല്ലേലൂയ. ഈ അറിവും ജ്ഞാനവുമുള്ള ദൈവം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇൻസ്ട്രക്ഷൻ തരുവാൻ കഴിവുള്ള ദൈവമാണ്. നമ്മൾ ഏകാഗ്രമായി ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ക്രമീകരിക്കണം, ആക്കിയിരിക്കുന്ന സ്ഥലത്തും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഈ സർവജ്ഞനും സർവവ്യാപിയുമായ ദൈവം നമ്മെ ഗ്രഹിപ്പിക്കുന്നു. ദൈവത്തിന് വരാനിരിക്കുന്ന കാര്യം ഒരു വിഷയമല്ല, അത് വരാനിരിക്കുന്നതല്ല, ദൈവത്തിന് അതറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രോഫസിയാണ്. വരാനിരിക്കുന്ന കാര്യങ്ങൾ എഴുതപ്പെട്ടാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രോഫസിയല്ല. ദൈവം ഹിസ്റ്ററി കാണുന്നത് പോലെ തന്നെയാണ് വരാനിരിക്കുന്ന കാര്യങ്ങളെയും കാണുന്നത്. കാരണം കാലത്തിന് അതീതനായി താൻ നിവസിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ആദിയെങ്കിൽ അവസാനം അറിയുന്നവൻ പറയുന്നു. ദൈവത്തിന് ആദിയിൽ തന്നെ അവസാനം അറിയാം. ആ സർവജ്ഞനായ കർത്താവ്, ഞാൻ കഴിഞ്ഞ ദിവസം ഈ മെസ്സേജ് തന്നപ്പോൾ പറഞ്ഞല്ലോ, കോരേശ് ജനിക്കുന്നതിന് 150 വർഷത്തിന് മുമ്പ് പ്രവാചകന്മാർ മുഖാന്തരം ദൈവം എഴുതി വെപ്പിച്ചു, കോരേശ് എൻ്റെ ഇടയൻ, എൻ്റെ ആളുകളെ ബാബിലോണിയ പ്രവാസത്തിൽ നിന്നും അല്ലെ പാർസി പ്രവാസത്തിൽ നിന്നും മടക്കി അവൻ അയക്കും. ആരെ? കോരേശ് അയക്കും. കോരേശ് ജനിച്ചിട്ടില്ല, അവൻ എൻ്റെ ഇടയനാണെന്നാണ് ദൈവം കോരേശിനെ കുറിച്ച് പറയുന്നത്. അപ്പം ദൈവത്തിന് വരാനിരിക്കുന്ന കാര്യം കഴിഞ്ഞ ചില നൂറ്റാണ്ടുകളിൽ നടന്ന, നമ്മൾ ഗ്രഹിക്കുന്ന, ഹിസ്റ്ററി വായിച്ചിട്ടുള്ളവർ ഗ്രഹിക്കുന്നത് പോലെ വരാനിരിക്കുന്ന കാര്യം ദൈവത്തിന് നിശ്ചയമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് കാണുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആരും ഇസ്രായേലിൻ്റെ കാര്യം പറയുമ്പോൾ നീരസപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം ലോകത്തിൻ്റെ ഒരു ക്ലോക്ക് പോലെ ശോഭിക്കുകയാണ് ഇസ്രായേൽ. പല അറിവജ്ഞന്മാരായിട്ടുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട്, ദൈവം ഉണ്ടെന്നുള്ളതിനൊരു തെളിവുണ്ടോ? പലരും അവർ പറഞ്ഞിട്ടുണ്ട്, അതെ, ഇസ്രായേൽ എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ ദൈവം ഉണ്ടെന്നുള്ളതിന് തെളിവാണ്. 2000ഓളം കൊല്ലം എന്ന് പറഞ്ഞാൽ AD 70 മുതൽ 1948 വരെ രാജ്യമില്ലാതിരുന്ന ഒരു ജനസമൂഹം, സ്വന്തം ഭാഷയില്ലാതെ പല ഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിൽ ചിതറപ്പെട്ട ഒരു ജാതി,
അങ്ങനെയുള്ള ഒരു ജാതി ആ സെയിം ലാംഗ്വേജോടുകൂടി വീണ്ടും ചേർക്കപ്പെട്ട് ഹീബ്രു ഭാഷ അവരുടെ മാതൃഭാഷയായി ഇസ്രയേൽ എന്നൊരു രാജ്യം ഉണ്ടെങ്കിൽ അതൊരു അതിശയമാണ്. ദൈവം ഉണ്ടെന്നുള്ളതിന് തെളിവാണ് എന്നുള്ളതിന് സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സർവ്വജ്ഞനായ കർത്താവ് ഇപ്രകാരം പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിപ്പോൾ ഇത് സംഭവിക്കും മുമ്പ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. യേശു പല കാര്യങ്ങളും അവരോട് പറയുന്നു. ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞതാണ് നിറവേറിയിരിക്കുന്നത് എന്നുള്ളത് ഉറച്ച് വിശ്വസിച്ചോളാനാണ് പറയുന്നത്. ഇവിടെ ആ വാക്യം ഞാൻ വായിച്ചതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചിന്തിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ ഇവിടെ നിന്ന് വിട്ടുപോകാൻ പോവുകയാണ്, പിതാവിൻ്റെ അടുക്കൽ പോകാൻ പോകുകയാണ്, ഞാനൊരു രാജ്യം ഒരുക്കുവാൻ പോകുകയാണ്, നിങ്ങൾക്കൊരു ഇടം, ഒരു പാർപ്പിടം ഒരുക്കാൻ പോകുകയാണ്. ഞാൻ പോയി പാർപ്പിടം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഇത് സംഭവിക്കുമ്പോൾ എന്ന് പറയുന്നത് തൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചാണ്. യേശുവിന് ക്രൂശീകരണം ലഭിക്കുമെന്ന് അപ്പോസ്തലന്മാർക്ക് അവർക്കൊന്നും ചിന്തിപ്പാൻ കഴിഞ്ഞിട്ടില്ല. യേശു പല ആപത്തി അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ യെരുശലേമിലേക്ക് പോകും, അവിടെ അവൻ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ ക്രൂശിന്മേൽ തറയ്ക്കും. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അതിനെ ഉൾക്കൊള്ളുവാനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നില്ല, അവർക്കത് മനസ്സിലായി പോലുമില്ല. പ്രൈസ് ഗോഡ്. യേശു പറയുകയാണ്, ഞാൻ പിടിക്കപ്പെടുകയും ക്രൂശിതനാകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കണം, ഞാനൊരു പാർപ്പിടം ഒരുക്കാനാണ് പോകുന്നത്, ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും വസിക്കേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇന്ന് നമ്മൾ വായിച്ച ആ വേദഭാഗത്തിൻ്റെ 1-2 വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതിൻ്റെ 17-ാം വാക്യത്തിൽ പറയുകയാണ്, നിന്റെ വിചാരങ്ങൾ എനിക്കെത്ര ഘനമായവ. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്, അതെനിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. എബ്രായ ലേഖനം 4:13 പറയുന്നു, എവറിതിങ് ഈസ് ഓപ്പൺ ബിഫോർ ഹിസ് ഐസ്. അവൻ്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നവുമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എവറിതിങ് ഈസ് ഓപ്പൺ ബിഫോർ ഹിം. നമ്മുടെ കർത്താവിന് അറിയാൻ വയ്യാത്ത ഒരു കാര്യവുമില്ലെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം സർവജ്ഞനാണ് എന്നുള്ളത് ഗ്രഹിക്കുന്നത് കൊണ്ട് നമുക്കുള്ള ഗുണമെന്നാ? ദൈവത്തിന് സർവ്വതും അറിയാം. അതുകൊണ്ട് എന്ന് നമ്മൾ ഗ്രഹിക്കുന്നത് കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താ? ദൈവം സർവജ്ഞനാകിയാൽ എൻ്റെ ബലഹീനതയെ അവനുള്ളതുപോലെ അറിയുന്നു. നമ്മുടെ ഭയം പലപ്പോഴും നമ്മുടെ ബലഹീനത മറ്റുള്ളവരറിഞ്ഞാൽ അവർ നമ്മളെ മാനിക്കത്തില്ല. അപ്പോൾ അറിയുന്നതിലുള്ള ഭയം, നമ്മളെ ഉള്ളതുപോലെ അറിയുന്നതിന് പലർക്കും ഭയമാണ്, ഞാൻ ഉൾപ്പെടെ ആയിരിക്കാം. എന്നാൽ എന്നെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ അടുക്കലാണ് ഞാനായിരിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ലജ്ജിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. അത് നമുക്കൊരു ഇൻസ്പിറേഷനാണ്, നമുക്കൊരു പ്രചോദനമാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ നന്മവശം മാത്രമല്ലല്ലോ അറിയുന്നത്, നമ്മളിലുള്ള ബലഹീനത, നമ്മളിലുള്ള തിന്മകൾ, നമ്മളിലുള്ള എല്ലാ കുറവും കുറ്റവും നന്മയും തിന്മയും എല്ലാം ഒരുപോലെ നന്നായി അറിയുന്ന ദൈവത്തിൻ്റെ അടുക്കൽ നമ്മൾ കടന്നു വരാൻ മടിക്കേണ്ട കാര്യമില്ല. നമ്മളെ ഉള്ളതുപോലെ അവൻ അറിയുന്നു, പിന്നെ ഹൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ആദമേ, നീ എവിടെ എന്ന് ദൈവം ചോദിക്കുമ്പോൾ ആദം പറയുകയാണ്, ഞാൻ മരത്തിൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുകയാണ്. കാരണം എന്ത്? ഞാൻ പാപം ചെയ്തു, ഞാൻ നഗ്നനാണ്. എന്നാൽ ഉള്ള അവസ്ഥയിൽ കാണുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ് ഞാൻ ആയിരിക്കുന്നതെന്ന ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അത് നമ്മളെ താഴ്ചയിലേക്കല്ല പ്രചോദനത്തിലേക്ക് വഴി നടത്തും. എന്നെ നന്നായി അറിയുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ അടുക്കൽ എനിക്കൊന്നും മറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഉള്ളതുപോലെ അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരാൻ നമുക്കിടയാകും. ഞാനൊരു ഉദാഹരണം പറയാം. അപ്പോസ്തലനായ പത്രോസ് ചാടിക്കേറി യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പിലുള്ള ഡിസ്കഷനിലൊക്കെ പറഞ്ഞു, ആര് നിന്നെ തള്ളി പറഞ്ഞാലും കർത്താവേ, തടവിൽ പോകേണ്ടി വന്നാലും കർത്താവേ, മരിക്കേണ്ടി വന്നാലും കർത്താവേ,
ഞാൻ നിന്നെ തള്ളി പറയത്തില്ല. യേശു ചിരിക്കുന്ന മുഖമുള്ളവനാണോ അതോ ഗംഭീര മുഖമുള്ളവനാണോ എന്ന് പലർക്കും സംശയമുണ്ട്. ഘനഗംഭീരമാണ് യേശുവിൻ്റെ മുഖമെന്ന് ചിന്തിക്കുന്നവരാ കൂടുതൽ ആളുകളും. ഇന്ന് ഇത് കേട്ടപ്പോൾ യേശുവിന് ഒരു പുഞ്ചിരി ഉണ്ടായി കാണും. ഒരു ചിരിയോടുകൂടെ ആയിരിക്കണം കർത്താവ് പറഞ്ഞത്, പത്രോസ, ഈ രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. അപ്പം പത്രോസിനെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം, ആ ഉള്ളതുപോലെ അറിയുന്ന ദൈവം. അതുകൊണ്ട് പത്രോസ് യേശു പറഞ്ഞതുപോലെ തന്നെ യേശുവിന് അത് ഹിസ്റ്ററിയാണ്. കാരണം വരാനിരിക്കുന്നത് യേശുവിന് നന്നായിട്ടറിയാം, സർവജ്ഞനായ കർത്താവിന്. അതുകൊണ്ട് കർത്താവ് എല്ലാം അറിയുന്നവനാകിയാൽ കർത്താവ് അത് പറയുമ്പോഴും അവനോട് നീരസമില്ല. അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഒരുക്കിയേച്ച് പത്രോസിൻ്റെ ലീഡർഷിപ്പിൽ മീൻ പിടിക്കാൻ പോയവരെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ശാന്തമായിട്ട് യേശു പത്രോസിനോട് ചോദിച്ചു, ശീമോൻ്റെ പുത്രനായ പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് ഒന്ന് പറഞ്ഞു നോക്കി, ഞാൻ സ്നേഹിക്കുന്നു. യേശു അവിടെ അങ്ങോട്ട് വിട്ടില്ല. ശീമോൻ്റെ പുത്രനായ പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? രണ്ടാമതും അവൻ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ. യേശു അവിടെ കൊണ്ട് വിട്ടില്ല. മൂന്നാമതും അവനോട് ചോദിക്കുകയാണ്, ശീമോൻ പത്രോസേ, നീ എന്നെ വാസ്തവമായി അറിയുന്നുവോ, അത് സ്നേഹിക്കുന്നുവോ? കർത്താവ് എന്തോ മറുപടി പറഞ്ഞേ, നീ സകലതും അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ. പത്രോസിന് അപ്പോഴാണ് അവൻ്റെ ഉൾക്കാഴ്ച വന്നത്. ഇവൻ സകലതും അറിയുന്നത് അവനാണ്. 3 പ്രാവശ്യം, ഇന്ന് കോഴി കൂവുന്നതിന് 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന് വരാനിരിക്കുന്ന കാര്യത്തെ ഹിസ്റ്ററി പോലെ ഗ്രഹിച്ച കർത്താവ് പറയുകയാണ്, നീ എന്നെ തള്ളിപ്പറയും. ഇവൻ്റെ മുമ്പിൽ ഒന്നും കവർ ചെയ്യാനൊക്കില്ല. 3ാമത്തെ പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നോ പത്രോസേ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറയുന്നു, നീ സകലതും അറിയുന്നു, എനിക്ക് നിൻ്റെ അടുക്കൽ ഹൈഡ് ചെയ്യാൻ ഒന്നുമില്ല എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, ഈ സക്കറിയ പ്രവാചകൻ യേശു ജനിക്കുന്നതിന് ഒരു 500-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നേക്ക് 1500 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു, നിൻ്റെ മശിക സിയോൻ പുത്രി, നിൻ്റെ നാഥൻ കഴുതക്കൂട്ടി പുറത്ത് കയറി വരും. പ്രൈസ് ദി ലോർഡ്. അത് അതുപോലെ നടന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സർവജ്ഞനായ ദൈവം. ഇവിടെ 139-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ഗോഡ്സ് നോളജ് ഈസ് ഇൻസ്പിറേഷൻ ടു അസ്. അവൻ്റെ സർവജ്ഞത നമുക്ക് ഇൻസ്പിറേഷൻ തരുന്നു, പ്രചോദനം തരുന്നു. പത്രോസിനെ അവിടെ തകർക്കുകയല്ല യേശു ചെയ്യുന്നത്. പത്രോസിനെ നന്നായിട്ട് അറിയുന്ന ദൈവം പറയുകയാണ്, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തി ബലപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മുടെ കർത്താവ് നമ്മളെ നല്ലതുപോലെ അറിയുന്നത് കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, അത് നമുക്ക് പ്രചോദനം നൽകുന്നു, അത് നമ്മളെ ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ വേറൊരു വാക്ക് വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുന്ന റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്നാണ്. അതിൻ്റെ 28-29 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിപ്പിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ പ്രചോദനം. പിതാവാൻ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഏറ്റവും താല്പര്യം പുത്രനായ ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ സ്വന്തം പുത്രനോട് അനുരൂപമാക്കുന്നു. നമ്മൾ ഏത് നിലയിലായിരുന്നാലും നമ്മെ നന്നായി അറിയുന്ന ദൈവത്തിന് പത്രോസിനെ രൂപാന്തരപ്പെടുത്തിയതുപോലെ രൂപാന്തരം വരുത്തി തൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള സത്യമാണ് നമ്മളിവിടെ ഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവം നല്ലവൻ. ദൈവം സകലതും അറിയുന്നു. അവൻ സർവജ്ഞനാണ്. ആ സർവജ്ഞനായ ദൈവം എൻ്റെ ബലഹീനതകൾ അറിയുന്നു, എന്നിലെ നന്മവശങ്ങൾ ദൈവം അറിയുന്നു എന്ന് മാത്രമല്ല,
എന്നെ ഏത് രീതിയിൽ ആക്കി തീർക്കാം, ട്രാൻസ്ഫോം ചെയ്യാമെന്നുള്ളത് ദൈവം നന്നായിട്ട് അറിയുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 1,86,282 മൈൽ സ്പീഡാണ് പ്രകാശത്തിനുള്ളത് ഒരു സെക്കൻഡിൽ. അങ്ങനെയാണെങ്കിൽ ഒരു 7.5 പ്രാവശ്യം ഒറ്റ സെക്കൻഡിൽ ഈ ഭൂമിക്ക് ചുറ്റും കറങ്ങാനുള്ള പ്രകാശത്തിന് പവറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിനോ ദൈവ സാന്നിധ്യത്തെയോ ഈ പ്രകാശത്തിന് അതിജീവിക്കാൻ കഴിയത്തില്ല. ആ പ്രകാശത്തിന് മുമ്പിൽ അവനുണ്ട്. നമ്മുടെ സർവജ്ഞനായ ദൈവം സർവവ്യാപിയാണ്. അവൻ്റെ മുൻപിലൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ഹല്ലേലൂയ എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. നമ്മളെ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറയുന്നു, നീ എന്നെ അത്ഭുതകരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീ എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു? അതിശയകരമായി, അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ ഒരു എംബ്രിയോ ഒരു മാതാവിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ തൊട്ട് തന്നെ അതിനു മുമ്പേ ദൈവം നമ്മെ അറിഞ്ഞിരിക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ അബോർഷനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുമ്പോൾ അവർ പറയാറുണ്ട്, മദേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ഡു വാട്ട് എവർ ഷീ വാണ്ട് ടു ഡു ഓൺ ഹെർ ബോഡി. അവരുടെ ശരീരത്തോട് എന്ത് ചെയ്യുവാനും അവൾക്ക് അധികാരമുണ്ട്, അതിനുള്ള റൈറ്റ് അവൾക്ക് ഉണ്ടായിരിക്കണം എന്ന് ശക്തമായി അബോർഷൻ ബാധിക്കുന്നവർ പറയാറുണ്ട്. എന്നാൽ അവൾക്ക് അവരുടെ ശരീരത്തോടുള്ള സർവ്വാധികാരമുണ്ട്, അവകാശമുണ്ട്. പക്ഷേ അവളിലുള്ള വേറൊരു വ്യക്തിയുടെ മേൽ കൈവെക്കാൻ അവൾക്ക് അധികാരമില്ല. ഇതൊരു വേറൊരു വ്യക്തിയാണ് ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുന്നത്. ആ വ്യക്തിയുടെ മേൽ കൈവച്ച് നശിപ്പിക്കാനുള്ള അധികാരമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ, ഈ കുഞ്ഞിന് സംസാരശേഷി ഉണ്ടെങ്കിൽ എനിക്ക് പുറത്തു വരണം, എനിക്ക് ജീവിക്കണമെന്നുള്ള അതിൻ്റെ ശബ്ദം അതിന് പ്രഘോഷിക്കാൻ കഴിയും. അത് ഇന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എംബ്രിയോണിൽ സ്റ്റേജിലിരിക്കുന്ന ഈ കുഞ്ഞല്ലേ, ഉദരത്തിലായിരിക്കുന്ന ഈ പൈതൽ. ഒരു സ്ത്രീക്ക് അവരുടെ ശരീരത്തിൻ്റെ മേൽ അധികാരമുണ്ടെങ്കിലും വേറൊരു വ്യക്തിയായി ഉള്ളിലിരിക്കുന്ന വ്യക്തിയെ തകർക്കാനുള്ള അധികാരമില്ല. അത് കൊലക്കുറ്റം തന്നെയാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ദൈവസന്നിധിയിൽ. മനുഷ്യൻ അതിനെ എങ്ങനെയൊക്കെ വിധിക്കാം. നീതിന്യായ കോടതി അതിനെ പല രീതിയിൽ വിധിച്ചെന്ന് വരും. ലിബറലായിട്ടുള്ള ജഡ്ജസ് അതിന് മറ്റ് പോയിന്റുകളൊക്കെ പറഞ്ഞെന്ന് വരാം. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അതൊരു കൊലപാതകം തന്നെയാണ്. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഈ സങ്കീർത്തനം വായിക്കുമ്പോഴൊക്കെ ഞാൻ യേശുവിനോടുള്ള ബന്ധത്തിൽ ഇതിനെന്തെങ്കിലും ഉണ്ടോ എന്ന് ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇവിടെയും അത് ചിന്തിക്കാം. 1-2 പോയിന്റ് മാത്രം പറഞ്ഞ് സമയക്കുറവിനാൽ ഞാനത് നിർത്താൻ പോകുകയാണ്. അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു, ഞാൻ ഉൾപ്പുവുകളെയും ഹൃദയങ്ങളെയും ആരായിഞ്ഞറിയുന്നവനാണ്. യേശുവിൻ്റെ പ്രഖ്യാപനമാണ്. ഞാൻ ഉൾപ്പുവുകളെ ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന കർത്താവാണെന്നാണ് യേശുവിന് പറയാനുള്ളത്. അപ്പോൾ ആ സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ നമ്മൾ കാണുന്നു, അത് പറയുന്നവനായി. രണ്ടാമതായിട്ട് നമുക്ക് 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അപ്പോൾ മുൻപും പിൻപും അടയ്ക്കുന്നത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. അതിനെ പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ കാണുമ്പോൾ മറ്റു ചിലരെ പ്രതികൂലമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 31-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് എന്ത് ചെയ്തു? ഹി പ്രേയ്ഡ് ഫോർ ഹിസ് പ്രൊട്ടക്ഷൻ. ഹല്ലേലൂയ. പിശാച് കൽപ്പന ചോദിച്ചത് പത്രോസിനെ നശിപ്പിക്കാനാണെങ്കിൽ കർത്താവിൻ്റെ പിതാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് പറയുന്നു ഇവന് പ്രൊട്ടക്ഷൻ വേണം. അവന് പ്രൊട്ടക്ഷൻ കൊടുത്തു, അങ്ങനെ നശിപ്പിക്കപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടി. അപ്പോൾ ഈ സങ്കീർത്തനത്തിലുടനീളം നാം കാണുന്നത് നമ്മളെ നന്നായി അറിയുന്ന ദൈവം, സകലതും അറിയുന്ന ദൈവം നമ്മെ നന്നായി അറിയുന്നു വ്യക്തിപരമായി. ഈ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് അവൻ്റെ ജ്ഞാനത്തിനും അവൻ്റെ വിവേകത്തിനും അവൻ്റെ സാന്നിധ്യത്തിനും കീഴ്പ്പെട്ടുകൊണ്ട് ദൈവഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം ഇച്ഛിക്കുന്ന രീതിയിൽ
മോൾഡ് ചെയ്ത് തന്നെ തൻ്റെ നാമോഹത്തിനായിട്ട് ഉപയോഗിപ്പാൻ ദൈവത്തിന് കഴിയും. പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു. സകലതും അറിയുന്ന കർത്താവ് പറഞ്ഞു, നീ 3 പ്രാവശ്യം ഈ രാത്രിയിൽ എന്നെ തള്ളിപ്പറയും. എന്നാൽ പത്രോസ് അവസാനം യേശു ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവമേ, കർത്താവേ, നീ സകലതും അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ സർവജ്ഞതയുടെ മുമ്പിൽ കീഴ്പ്പെടുന്ന പത്രോസിനോട് പറയുന്നത്, എൻ്റെ ആടുകളെ നീ പരിചരിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഉത്തരവാദിത്വം, ഒരു വലിയ ദൗത്യം പത്രോസിനെ ഏൽപ്പിക്കുന്ന കർത്താവിന്, മഹത്വമുള്ള കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നമ്മയും ഒരു പങ്കും ഭാഗമാക്കുവാൻ ഉപയോഗിപ്പാൻ കഴിയും. ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.